എന്തായാലും സന്ദീപ് വാര്യരെ KPCC ജനറൽ സെക്രട്ടറി ആക്കാം, ഒരു സീറ്റ് നൽകാം, ഏതെങ്കിലും ജയിക്കുന്ന മണ്ഡലത്തിൽ അദ്ദേഹം നിന്നാൽ ജയിക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. എന്തായാലും ഒരു സീറ്റ് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിച്ച് വിളിച്ചാണ് അദ്ദേഹത്തെ ഇവിടേക്ക് കൊണ്ടുപോയത്, കോൺഗ്രസിലേക്ക് വിളിച്ചു കൊണ്ടുപോയത്. കാരണം പാലക്കാട് തിരഞ്ഞെടുപ്പാണ്, സന്ദീപ് വാര്യർ മറുകണ്ഠം ചാടി എന്ന് പറയുമ്പോൾ BJPക്ക് അതൊരു ഇടിവാണ്. പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലാണ് നിന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നിന്നുകൊണ്ട് പ്രചാരണ വേളയിലൊക്കെ ഇദ്ദേഹം തകർത്താടുന്നതൊക്കെ കണ്ടു. പിന്നീട് ഈ ഫേസ്ബുക്കിൽ നിരന്തരം BJP നന്നാവാനായി ഇങ്ങനെ ശ്രമങ്ങൾ നടത്തുന്നതല്ലാതെ സന്ദീപ് വാര്യരെ പിന്നെ നമ്മളാരും ഒരിടത്തും കണ്ടിട്ടില്ല. ചില ചാനൽ ചർച്ചകളിൽ വന്നിരുന്ന അദ്ദേഹം എന്താ പറയുക, വായ്ത്താളം അടിക്കുമ്പോൾ അദ്ദേഹത്തെ തിരിച്ച് കൃത്യമായി ശങ്കൂട്ടി ദാസൊക്കെ ആണെങ്കിൽ വലിച്ചു കീറി ഒട്ടിച്ചു വെക്കുന്നത് കാണാം. പക്ഷേ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ് ആ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങും മുമ്പേ അദ്ദേഹം പണ്ട് BJPയിൽ ഇരുന്നപ്പോൾ കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞതൊക്കെ കുത്തിപ്പൊക്കി ആളുകൾ അങ്ങോട്ട് ഇടാൻ തുടങ്ങി. പിന്നീട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയായി സന്ദീപ് വാര്യർ. ഇപ്പോൾ ചാനൽ ചർച്ചകളിൽ കാണാറില്ല വീണ്ടും. കാരണം വന്നിരുന്നാൽ അത് കോൺഗ്രസിന് നാണക്കേട് ഉണ്ടാക്കുമെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണോ എന്നറിയില്ല. കോൺഗ്രസിന്റെ നേതാക്കളടക്കം തൽക്കാലത്തേക്ക് സന്ദീപ് വാര്യർ പോണ്ട എന്ന് വല്ല തീരുമാനവും, ചാനൽ ചർച്ചകളിൽ പോണ്ട എന്ന തീരുമാനം എടുത്തോ എന്ന് പറയില്ല. പിന്നെ കോൺഗ്രസിലെ പലർക്കും സന്ദീപ് വാര്യരോട് വലിയ താല്പര്യമില്ല എന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഈ KPCC ജനറൽ സെക്രട്ടറി സ്ഥാനമൊക്കെ തൽക്കാലത്തേക്ക് ഇപ്പൊ കൊടുക്കണ്ട എന്ന നിലപാടിലേക്ക് എത്തിയത് എന്നാണ് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം ശരിയുണ്ടെന്ന് നമുക്കറിയില്ല.